എന്തായാലും പ്രതിയെ പോലീസ് പിടിച്ചല്ലോ. ഇനിയിപ്പോൾ ബാക്കി പോലീസും കോടതിയൊക്കെ നോക്കോളൂ. ടീച്ചറിന്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ് നമ്മളാ. ടീച്ചർ അവസാനമായിട്ട് പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടോ? നമ്മൾ പഠിക്കണോടാ, പഠിക്കണം. ഏറ്റവും നല്ല രീതിയിൽ സ്കൂളിൽ നിന്ന് പാസ്സാവുന്നു. അത് മാത്രം നമുക്ക് ടീച്ചറിനോട് ചെയ്യണം. അത് നമ്മൾ ചെയ്യണം. പഠിക്കണോടാ, പഠിച്ചേ പറ്റൂ. കലാകാരന്മാരും യാഥാർത്ഥ്യവാദങ്ങളും മാനവികതയും അവർ ആശയങ്ങളും വീക്ഷണങ്ങളും പുസ്തകം, വാസ്തുശില്പം, പുസ്തകം, കല എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ അത് അതിശയകരമായ വിധത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. വാസിദ്, വാട്ട് യു മീൻ ബൈ റെനസാൻസ്? Renaissance is the revival of European arts and literature under the influence of classical dance in the 16th century. വെരി ഗുഡ്, താങ്ക് യു സർ. പിന്നെ അടുത്ത ആഴ്ച നമ്മുടെ മോഡൽ എക്സാം വരികയാണ്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. ശരി. വിഷ്ണു, നിനക്കെന്താ പറ്റിയത്? നിനക്ക് അവളെ ഇഷ്ടമല്ലേ? നീ എന്താ പാമയോട് സംസാരിക്കാത്തത്? എടി, എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പം അവളത് അറിയണ്ട. പരീക്ഷയൊക്കെ വരുന്നല്ലേ. അവളാണ് ഈ നന്നായി പഠിക്കുന്ന കുട്ടി. അവൾ പഠിക്കട്ടെ. സമയമാകുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞോളാം. ഹലോ കുഞ്ഞാ, നീ ഉറങ്ങിയില്ലല്ലേ? ഇല്ലടാ, ഞാൻ പഠിച്ചോണ്ടിരിക്കുക. എടാ, എനിക്ക് ആകെ ഒരു ടെൻഷൻ പോലെ. നാളത്തെ പരീക്ഷ ഇവിടെ നിന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. പേടിക്കണ്ടാ, നമുക്ക് അടിച്ചു വിളിക്കാം. ഓൾ ദ ബെസ്റ്റ്. ഞാൻ തീർക്കട്ടെ. താങ്ക്സ് എടാ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. വിഷ്ണു വിഷ്ണു അത് ഞാനല്ലടാ, മറ്റേ കുറേ ഇഷ്ടമുണ്ടല്ലേ. തീരുമാനമില്ല. വാ വാ പോവാ. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. അതെ അതെ, പക്ഷെ ഒരു സങ്കടേ, കാണാൻ ആനി ടീച്ചറില്ലാതെ. അതെ അതെ, ആ പാവ ആനി ടീച്ചർ കാരണം ആ പിള്ളേർക്ക് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായി. മാറ്റം എന്ന് പറഞ്ഞാൽ ഇതാ മാറ്റം.
നമ്മുടെ സ്കൂളിൽ ലോ ഗ്രേഡ് കിടന്ന പിള്ളേരാ ഇപ്പൊ ടോപ്പ് ഗ്രേഡായ. അതിന്റെയൊക്കെ ഫുൾ ക്രെഡിറ്റ് ആ ടീച്ചർക്ക് തന്നെയാണ്. പാവം ഇപ്പോ മോളിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടാവും. കൺഗ്രാറ്റ്സ് വിഷ്ണു, സ്കൂളിലെ ടോപ്പറൊക്കെ അല്ലേ? ആണോ? താങ്ക് യു. ഇനി +2 തുടങ്ങിയെന്ന് വെച്ച് ഉഴപ്പാനൊന്നും നിൽക്കണ്ട. അങ്ങനൊന്നുമില്ല. ശരിയെന്നാ. ഓക്കെ ഓക്കെ, ബൈ. ബൈ. ഇന്നലത്തെ ന്യൂസ് കണ്ടപ്പോഴേ ഒരു സമാധാനമായി. പിന്നെ ഞാൻ നിങ്ങളോട് പറയാൻ വിട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. അത് നമ്മൾ അന്വേഷിച്ച ആ ആളില്ലേ, ആ കുട്ടി, അത് ബാമയാ. ബാമേ? ആ, നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ബാമ. പിന്നെ ആടാ അവളാ. ബാമ വരുന്നു, ബാമ വരുന്നു. ഇങ്ങോട്ടാണല്ലോ നോക്കണേ. എടാ, ഇത്രയും കാലം ഞാനായിട്ട് ചെന്ന് പറയാൻ അവള് വെയിറ്റ് ചെയ്തോണ്ടിരുന്നേ. ഇന്നെങ്കിലും എനിക്ക് പറയണോളിയാ. എന്തെങ്കിലും പറഞ്ഞാൽ മതിയായിരുന്നു. ബാമേ, എന്താന്ന് അവിടെ നമ്മുടെ ടീച്ചറെ കൊന്നവന്റെ അവന് ജാമ്യ ഹർജി കോടതി പരിഗണിക്കുന്നുണ്ട്. അപ്പീല് പോയിട്ടല്ലേ ഉള്ളൂ, നാളെയല്ലേ വിധി. നീ വെറുതെ ടെൻഷൻ അടിക്കണ്ട. പിന്നെ വേറെ കാര്യമുണ്ട്, ഏത് കോടതിയിൽ പോയാലും അവന് തൂക്കുകാര് തന്നെ, അതിലൊരു സംശയം വേണ്ട. നീ എന്തായാലും അവളോട് ഇങ്ങനെ പറയണ്ടായിരുന്നു, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഡാ, എനിക്ക് ആ സമയത്ത് ആകെ ടെൻഷനായി പോയി. എന്താ പറയേണ്ടതെന്നോളും തോന്നിയില്ല. ഡാ, ഒരു ടെൻഷനും വേണ്ട, എല്ലാവരും മാക്സിമം പോസിറ്റീവായിട്ടിരിക്കും. നാളെ കഴിഞ്ഞാൽ ഫൈനൽ എക്സാം അല്ലേ, ഞാൻ ഏതായാലും പഠിക്കാൻ പോവാം. എടാ, ഞാനത് പറയണേ, നിങ്ങളിനി വരെയൊക്കെ പഠിക്കാൻ നോക്ക്. ടീച്ചർക്ക് അതൊക്കെ ഒരു സന്തോഷമായിരിക്കണം, പഠിച്ചു നിന്നിട്ട് പാസ്സാവും. അതെ, ബാക്കിയുള്ള കേസല്ലേ, നമുക്ക് നോക്കടാ. ഞാൻ ഉണ്ടാവും. ഇന്ന് ലാസ്റ്റ് ദിവസം, എന്തെങ്കിലും നീ അവളോട് പറയണോട്ടാ. ഇതൊന്ന് സോർട്ട് ചെയ്തു. ഇതുണ്ട്. ആ, എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? നന്നായിരുന്നോ? ഇനി ഇവിടുന്ന് പോയാൽ ഞങ്ങളൊക്കെ ഓർക്കുവോ? എവിടെ ഓർക്കാൻ? ഞങ്ങൾ പലതരം ആൾക്കാരെ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ മാഷെ? പക്ഷെ നിങ്ങളാണ് ശരിക്കും ഞങ്ങളെ പഠിപ്പിച്ചത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ഇത് കണ്ടോ, ആനി ടീച്ചറെ കൊന്നവൻ ജയിൽ ചാടിയിരുന്നു.
പോലീസിനെ കോടതിയിൽ കത്തിക്കൽ കഴിച്ചിട്ടാ. ഇത് നമ്മുടെ കൂടാ നമുക്ക്. എനിക്കറിയില്ല ലക്ഷ്മി, അവനോട് ഡ്രസ്സ് പാക്ക് ചെയ്യുമ്പോഴാണ് ഞാൻ അറിയണത്. എന്നെ ഇപ്പൊ വിഷ്ണുവിന്റെ അമ്മ വിളിച്ചു വെച്ചതേ ഉള്ളൂ. അവരെല്ലാവരും ഉണ്ടെന്നാ പറഞ്ഞത്. എന്തായാലും പരീക്ഷയൊക്കെ കഴിഞ്ഞതല്ലേ. അതുമല്ല ഇപ്പോഴത്തെ പിള്ളേരല്ലേ, എന്ത് ചെയ്യാൻ പറ്റും. ശരി, ഇവിടെ വന്നിട്ടൊരു കാര്യം നടക്കുന്നില്ല, വെറുതെ വേസ്റ്റായി. നിന്നെ ഇവിടെ ആരും ക്ഷണിച്ചിട്ടുമില്ല കെട്ടിയിട്ടില്ല. നീ വീട്ടിൽ പോക്കോടാ. നീ വിളിച്ചിട്ട് എല്ലാരും ഇവിടെ വന്നത്, അപ്പൊ നീ കൂടുതൽ ഉണ്ടാക്കണ്ട. അറിയാലോ ഇത്ര ദിവസം ഇവിടെ ഫുള്ള് ഉണ്ടായിരുന്നു. നിനക്കൊല്ലം കിട്ടിയാ വല്ലതും കിട്ടിയാ എന്താണ് ഇവനീ പറയണേ? നിർത്തിക്കടാ. നീ ഇതിന്റെ വർത്താനം പറയണ ഇവണ്ണത്തിന്റെ കൂടെ മണിയാ എവിടെയാള്? അയാളെവിടെയാ? എവിടെയാള്? ഞാനൊരു കാര്യം പറയട്ടെ, ഈ പറയണ പുള്ളിക്കാരൻ നമ്മുടെ ആരും ആവശ്യം നടത്തി തരാൻ വേണ്ടി വന്നതല്ല. എന്നിട്ട് എവിടെയാള്? എവിടാ? എടാ ഇവന്റെ എല്ലാ ഐഡിയക്കും നമ്മൾ കൂടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അഭിപ്രായങ്ങളൊക്കെ ഇല്ലേ? ഇവൻ കൊടുന്ന ആളെവിടെ? അയാളെവിടെ? അയാളെവിടെ? ഞാൻ ഒരു തവണ പറഞ്ഞു, എടാ അയാളുടെ കുടുംബത്തിലെ കാര്യം നടത്താൻ വേണ്ടി വന്നതല്ല, നമ്മക്ക് ഉണ്ടാക്കി തരാൻ വേണ്ടി വന്നതാണ്. നമുക്ക് ഉണ്ടാക്കി തരാൻ എവിടെ? അയാളെവിടെ? നീ എന്റെ അടുത്ത് സംസാരിക്കരുത്. നീ എന്റെ അടുത്ത് സംസാരിക്കണ്ട. ഈ ആൻ ടീച്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങളാരും സിനിമ കണ്ട ആളൊന്നുമല്ലല്ലോ. ആണോ? ആണോ? ഇവന്മാരൊക്കെ എന്ത് ഉദ്ദേശത്തോടെ ടീച്ചർ കൂടെ ഇരുന്നൊക്കെ ഇപ്പൊ സംശയം തോന്നുന്നു. ഇനി ശരിയാക്കണ എന്തിനാ? നമ്മൾ 5 പേര് ഇവിടെ നിൽക്കണം എന്താണെന്ന് അറിയും. ഈ 5 പേര് കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു.
മനസ്സിലാവണം. നിനക്ക് ഇങ്ങനെ ഒരു ബോധമില്ലേ? നീ ഒന്നും ഉണ്ടായി പ്ലീസ്. നമ്മുടെ ടീച്ചർക്ക് വേണ്ടിയാണ് നമ്മൾ വന്നെന്നുള്ള കാര്യം ഇമ്മാരും നീ പറയുന്നതിന് കിട്ടിയത് വിട്ടാലേ നീയും പ്ലീസ് കിടക്ക്. ഇമ്മാര് വർത്താനം വേണ്ടി കേൾക്കാൻ നിൽക്കുന്നത്. കിടക്ക് ആ ബാഗ് എടുത്ത് മാറ്റി പോ.